ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്ററേറ്റ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി, അത് നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, ലവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ചെറിയ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ ആ മനസ്സിലുള്ള ടെൻഷന് ഒരു റിലീഫ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജ് എന്താണ് അത് എനിക്കിതിലൂടെ എത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ ചരറ്റു വഴി നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിച്ചിട്ടുണ്ട്, ഒരു പെർഫെക്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പിന്നെയും പേഴ്സണലൈസ്ഡ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് നിങ്ങൾക്ക് വേണം താല്പര്യം ഉണ്ടെങ്കിൽ, ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് കോൺടാക്ട് ചെയ്യാം. പക്ഷെ അത് പെയ്ഡ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ തന്നെ ക്ലാരിറ്റി കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഫർദർ മോർ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും, ഈവൻ ഇത് റെസോണേറ്റ് ആകാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ്ങിന് പോകാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എനർജൈസ്ഡ് ക്രിസ്റ്റൽസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈല്, ഇതാണ് സെക്കൻഡ് പൈല്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സന്റെ എനർജി കൊണ്ടുവരിക. ഓക്കെ. എന്നിട്ട് ഈ കാർഡ്സിലേക്ക് നോക്കാം. ഇതിൽ ഏത് ചിത്രമാണോ, അല്ലെങ്കിൽ ഇതിൽ ഏത് നമ്പറാണോ, അല്ലെങ്കിൽ ഈ ഇമേജിലെ എന്താണോ നിങ്ങളെ കുറച്ചും കൂടി കൂടുതൽ അട്രാക്ട് ചെയ്ത് വലിക്കുന്നത്, അതിന്റെ കളറ്, പിക്ചറ്, പൂക്കള്, കുതിര, ഇതിലേതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്, അത് നിങ്ങൾ മനസ്സമാധാനമായി ഇരുന്ന് ചിന്തിച്ചതിന് ശേഷം എടുക്കുക. ഇതിന്റെ ബാക്കിൽ നിങ്ങളുടെ എനർജിയുടെ കാർഡ്സ് ഉണ്ട്. സോ നിങ്ങളുടെ എനർജിക്ക് അനുയോജ്യമായിട്ടുള്ളത് എടുക്കുക. ഈവൻ മാറിപ്പോയി നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് വാച്ച് ചെയ്യാവുന്നതാണ്. അതിനും പ്രശ്നമില്ല. ബിക്കോസ് സംടൈംസ് നമ്മുടെ ഇൻറ്റ്യൂഷൻ മാറിപ്പോകാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. നമുക്ക് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ നമ്മുടെ ലവ് കാർഡാണ് എടുത്തിട്ടുള്ളതെങ്കിൽ, എനിക്ക് ഷഫിൾ ചെയ്തപ്പോൾ കിട്ടിയ കാർഡാണ്, പക്ഷെ ഞാൻ ഇതൊരു പൈലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചതാണ്. സോ എന്റെ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ലവ് കാർഡ് തന്നെയാണ്. സെക്കൻഡ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് എംപ്രസ് ആണ്. തേർഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ഫുൾ എനർജിയാണ്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു കാർഡ് കോമ്പിനേഷനിൽ ബോട്ടം ഓഫ് ദ ഡെക്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഓക്കെ. അതായത് ഇമോഷൻസ് നിറഞ്ഞ ഒരു കണക്ഷൻ ആണ് നിങ്ങളുടേത്. ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ്, ഒത്തിരി ഫിസിക്കൽ ആയിട്ടുള്ള ഇമോഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കണക്ഷൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ. ഈ പേഴ്സൺ ഭയങ്കര ഈ നെസ്റ്റു അടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ ഭയങ്കരമായി ഓർക്കുന്നുണ്ട്. അതായത് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു, നമ്മൾ ഇങ്ങനെ ചെയ്തിരുന്നു, മേ ബി നമ്മൾ പാർക്കിൽ പോയിരുന്നു, നമ്മൾ ചിരിച്ചു കളിച്ചു, നമ്മൾ ഐസ്ക്രീം കഴിച്ചു, നമ്മൾ വഴക്കുണ്ടാക്കി, നമ്മുടെ ചെറിയ ചെറിയ വഴക്കുകൾ എത്ര മനോഹരമായിരുന്നു, അങ്ങനത്തെ രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഈ ഒരു പേഴ്സൺ വേറെ കാര്യങ്ങളിലൊക്കെ എന്തോ പോസിറ്റീവ് ആണ് എന്ന് വിചാരിച്ച് മേ ബി ആ കാര്യമായിരിക്കും തനിക്ക് ഗുണം ചെയ്യുക എന്ന് വിചാരിച്ച് നിങ്ങളെ വിട്ട് അതിലേക്ക് ചാടിയിട്ടുണ്ടാവണം. ഓക്കെ. പക്ഷെ ചാടിക്കഴിഞ്ഞ് അതിൻ്റെതായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഒരു പേഴ്സൺ മനസ്സിലായത് തെറ്റായിരുന്നു, നിങ്ങൾ തന്നെയായിരുന്നു പെർഫെക്റ്റ് എന്ന്. ഓക്കെ. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ടോട്ടലി നിങ്ങളെ കളഞ്ഞിട്ട് പോയി എന്നൊരു വ്യക്തിയല്ല, പക്ഷെ ചിലപ്പോൾ മേ ബി നിങ്ങൾ തമ്മിൽ ലെസ് കോണ്ടാക്റ്റും ആയിരിക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങൾ കളഞ്ഞിട്ട് പോയിട്ടില്ല, പക്ഷെ നിങ്ങളുടെ ലവ് കണക്ഷൻ സംഹൗ ചെറുതോ വലുതോ ആയിട്ടുള്ള തെറ്റുകൾ ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം ഈ ഒരു പേഴ്സൺ തെറ്റായിട്ടുള്ള ഡെസിഷൻസ് എടുത്തിട്ടുണ്ടാവാം. ഓക്കെ. പക്ഷേ കാര്യത്തോട് അടുത്തപ്പോഴത്തേക്ക് ഈ പേഴ്സന്റെ ഇല്യൂഷൻ ആയിരുന്നു അത്, അല്ലെങ്കിൽ തോന്നലായിരുന്നു അത്, യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല
അതായത് നിങ്ങളെക്കാൾ ബെറ്റർ കിട്ടുമെന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ യാഥാർത്ഥ്യത്തിൽ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഈ പേഴ്സൺ വളരെയധികം ഡിസപ്പോയിന്റഡ് ആണ് തന്റെ കർമ്മയിൽ എന്നാണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു കണക്ഷനിലാണ് സ്റ്റെബിലിറ്റി ഉള്ളത്. സത്യത്തിൽ നിങ്ങൾ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എ പാരന്റ്, ഒരു രക്ഷിതാവിനെ പോലെയാണ് ഈ ഒരു വ്യക്തിയുടെ കൂടെ നിന്നിട്ടുള്ളത്. ഈവൻ അതൊരു ലവ് കണക്ഷനോ ഫ്രണ്ട്ഷിപ്പോ ആയിരിക്കാം. ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഇറങ്ങി ചെല്ലേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും അതിനകത്ത് ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. പക്ഷെ എന്നിട്ട് പോലും അവർക്ക് ഇപ്പോ ആവശ്യം ഏത് വ്യക്തിയാണോ, അല്ലെങ്കിൽ ഏതൊരു റോളിൽ പ്ലേ ചെയ്യുന്ന വ്യക്തിയാണോ, അതായത് അമ്മ, അച്ഛൻ, അനിയത്തി, അനിയൻ, ഇങ്ങനെ അവരുടെ ജീവിതത്തിലെ പല പല റോളുകളിൽ നിങ്ങൾ ഇറങ്ങി പ്ലേ ചെയ്യാനും, അതായത് ആ ഒരു റോൾ നിങ്ങൾ കളിക്കാനും ആൻഡ് അതില് അവർക്ക് ഗുണമുണ്ടാക്കാനും നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളതായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. ആൻഡ് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നിങ്ങൾ കൊടുത്തിട്ടുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനെ കുറിച്ച് ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. അത് ആലോചിക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് അനുസരിച്ച് ശരീരത്തിൽ ഒരു ചൂട് അനുഭവപ്പെടുന്നത് പോലെയാണ് മനസ്സിലാകുന്നത്. ബിക്കോസ് അത്രത്തോളം ജെനുവിൻ ആയിട്ടുള്ള ഒരു ആക്ട് ആണ്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ആണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നതാണ് ഇന്നത്തെ മനസ്സിലാകുന്നത്. പ്രാക്ടിക്കലി ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യത്തിനും നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് എൻ്റെ അഭിപ്രായത്തില് ഈ ഒരു പേഴ്സൺ എന്തൊക്കെ രീതിയിലുള്ള കംഫർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അനുഭവിച്ചിരുന്നോ അതെല്ലാത്തിനും റെസ്പോൺസിബിൾ നിങ്ങളാണ്. അല്ലെങ്കിൽ ഭാവിയിൽ ഈ പേഴ്സൺ അനുഭവിക്കാൻ പോകുന്ന കംഫർട്ട്, അല്ലെങ്കിൽ തന്റെ ഫിനാൻഷ്യൽ അബണ്ടൻസ്, അല്ലെങ്കിൽ താൻ ഇപ്പോൾ ഈ ഒരു മാനസിക നിലയിൽ നിൽക്കുന്നു, അതിന്റെ റീസൺ എന്ന് പറയുന്നത് നിഷ്പക്ഷം 100% നിങ്ങളാണ് എന്നീ പേഴ്സൺ വിശ്വസിക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് എന്റെ അഭിപ്രായത്തിൽ ഫ്രം ദിസ് ഫുൾ കാർഡ് ഇത്രത്തോളം പാരന്റിങ്, ഇത്രത്തോളം ലവ് നിങ്ങൾ ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഗുണങ്ങള് മനസ്സിലാക്കി, നിങ്ങളുടേതായിട്ടുള്ള വാല്യൂ ഈ പേഴ്സൺ മനസ്സിലാക്കി പെട്ടെന്നൊരു തിരിച്ചുവരവ് നിങ്ങളുടെ കണക്ഷനിൽ പോസിബിൾ ആണ്, അല്ലെങ്കിൽ പെട്ടെന്നൊരു സ്നേഹത്തിന്റെ ഇഫക്റ്റ് നിങ്ങളുടെ കണക്ഷനിൽ വരാൻ പോസിബിൾ ആണ്. ബിക്കോസ് ഫുൾ എപ്പോഴും സ്പോണ്ടേനിറ്റി ആണ് കാണിക്കുന്നത്. പെട്ടെന്ന് 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 ഒരു ന്യൂ ബിഗിനിങ്, എടുപിടേന്ന് ഒരു ന്യൂ ബിഗിനിങ്. മേ ബി സിംഗിൾസ് ആണെങ്കിൽ എടുപിടേന്ന് പെട്ടെന്നൊരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും, ഞാൻ ഈ പറഞ്ഞതുപോലുള്ള സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് ഈ ഒരു വർഷം ലഭിക്കാനും സാധിക്കുമെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തില് നിങ്ങൾ വിചാരിക്കുന്ന ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പ്രഭാവമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റിന്റെ ഭാഗമായി, ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായി കുറച്ചും കൂടി ഒരു മെച്യൂർ ചിന്താഗതിയിലേക്ക് ഈ പേഴ്സൺ കയറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, തന്റെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ ഒരു തണ്ടർ ലൈറ്റ്നിങ് പോലെ വന്നിട്ട് പോസിറ്റീവ് ആക്കിയ വ്യക്തികളാണ് നിങ്ങൾ. അത്രത്തോളം എക്സൈറ്റ്മെന്റ് ഈ ഒരു പേഴ്സൺ, അതായത് ഒരു കൊച്ചുകുട്ടി ആദ്യമായിട്ട് മഴ കാണുമ്പോ അല്ലെങ്കിൽ തണ്ടർ കാണുമ്പോ അവൻ അതിൻ്റെതായിട്ടുള്ള ആഘാതത്തെ കുറിച്ച് അറിയത്തില്ലല്ലോ. അപ്പൊ അവൻ ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് അതിനെ നേരിടുന്നത്. ഓക്കെ, പേടിച്ചു പോകുന്ന കുട്ടികളെ കുറിച്ചല്ല, എക്സൈറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ഇതിൽ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് തണ്ടർ സ്റ്റോമിന്റെ കാര്യം ഞാൻ എടുത്തിട്ടത്, ഇടിമിന്നലിന്റെ കാര്യം എടുത്തിട്ടെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സന്റെ മനസ്സിൽ എവിടെയൊക്കെയോ ഇത് ദോഷം ചെയ്യും എന്ന ഒരു തോട്ട് വരുന്നത് കൊണ്ടാണ് ഞാനതൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടത്. നിങ്ങളുടെ കണക്ഷന്റെ ഗ്രാഫ് എങ്ങനെയാണെന്നും അതിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് എങ്ങനെയാണെന്നും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ, അതിനകത്തൊരു ട്രസ്റ്റ് ബിൽഡ് ആകുന്നുണ്ടോ, അവർക്കൊരു ഫിയർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാകുന്ന നിങ്ങളുടെ പേഴ്സണെ അറിയുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യവുമായിട്ട് നിങ്ങൾക്ക് ഉപമിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വർഷം നിങ്ങളുടെ കണക്ഷൻ കുറച്ചും കൂടി ബ്രൈറ്റ് ആക്കണം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കാരണം മേ ബി കഴിഞ്ഞ വർഷം നിങ്ങളുടെ ബോണ്ട് വളരെ നല്ലതായിരുന്നായിരിക്കും. അപ്പൊ ആ ഒരു വർഷം ഈ ഒരു വർഷവും കൂടി ചേർത്ത് ആ വർഷത്തെ പോലെ, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ പാസ്റ്റിനെ പോലെ ഈ ഒരു വർഷവും കടന്നു പോകണം, അത്ര പോസിറ്റീവ് ആയിരിക്കണം, അത്ര പ്രൊട്ടക്ഷൻ ഈ ഒരു പേഴ്സണ് കിട്ടണം എന്ന രീതിയിൽ ഇയാള് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ കാർഡ്സിന്റെ കോമ്പിനേഷനിൽ നമുക്ക് കാണുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത് അവർ മെയിൻലി നിങ്ങളുടെ അടുത്ത് നിന്ന് മിസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ കൊടുത്ത ബാലൻസ്, നിങ്ങൾ കൊടുത്ത സപ്പോർട്ട്, നിങ്ങൾ കൊടുത്ത സ്റ്റെബിലിറ്റി, നിങ്ങൾ കൊടുത്ത
അവരുടെ ജീവിതത്തിൽ കൊടുത്ത പുതിയ പുതിയ വിഷൻസ്, ഈ കാര്യങ്ങളെ കുറിച്ച് അവർ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മേ ബി ഫ്രം ദിസ് ലവ് കാർഡ് നിങ്ങൾ ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റോ ആകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് റീഇൻകാർണേഷൻ നടക്കുന്ന സമയമാണ് ഇത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ ഈ ഒരു ജന്മത്തിൽ തന്റെ സ്നേഹം പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് എല്ലാ പോസിറ്റീവ് പോസിബിലിറ്റീസും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സണ് കിട്ടിയിട്ടുള്ള മേ ബി പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ കിട്ടിയിട്ടുള്ള ലവും കംഫർട്ടും തിരിച്ച് ഈ പേഴ്സണ് നിങ്ങളിലൂടെ തന്നെ വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തന്റെ കർമ്മങ്ങളാൽ താൻ ചെയ്തു വെച്ച പൊട്ടത്തരം കാരണം ഇനി പല കാര്യങ്ങളും തനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് വേണമെങ്കിൽ ആ പേഴ്സൺ സ്വന്തം ലൈഫ് റിസ്ക് ചെയ്ത് വരാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. എന്നാൽ മാത്രമേ ന്യൂ ചാപ്റ്റർ സൃഷ്ടിക്കാൻ സാധിക്കൂ എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകണോ, നിങ്ങളുടെ അടുത്തേക്ക് വരണോ, നിങ്ങളുടെ സപ്പോർട്ടിൽ ജീവിക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള സ്റ്റാൻഡിന്റെ ഇതിലാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് കാണുന്നത്. ക്യൂൻ ഓഫ് കപ്സ്, അതായത് ഇമോഷൻസ് നിറഞ്ഞ തീരുമാനങ്ങൾ, സപ്പോർട്ട്, സ്റ്റെബിലിറ്റി, ലവ് കണക്ഷൻ നിറഞ്ഞ തീരുമാനങ്ങൾ എടുക്കാൻ ഈ പേഴ്സൺ നിർബന്ധിതനാകുന്നു. യൂണിവേഴ്സ് ഇയാളെ നിർബന്ധിതനാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു പേഴ്സൺ യൂണിവേഴ്സ് മിസ് ചെയ്യണം എന്ന രീതിയിൽ, അല്ലെങ്കിൽ മേ ബി നിങ്ങളായിരിക്കാം യൂണിവേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ യൂണിവേഴ്സ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂണിവേഴ്സ് ഇതിനകത്ത് എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. സോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണക്ഷനിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നാണ് കാണുന്നത്. ബിക്കോസ് നിങ്ങൾ നോക്കൂ, ലവേഴ്സ്, എംപ്രസ്, അതായത് നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും വെച്ചാൽ യെസ് 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 ആൻഡ് ഇറ്റ്സ് ഓൾസോ യെസ്. കണ്ടോ, എല്ലാ കാർഡ്സും ഇറ്റ്സ് എ ബിഗ് യെസ്, എല്ലാം കൂടി ചേർന്നിട്ട് ഇറ്റ്സ് എ ബിഗ് യെസ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് അൺക്ലിയർ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ യെസ് എന്നാണ് അതിൻ്റെ ഉത്തരമെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഫർദർ മോർ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചോ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്പെസിഫിക് ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാകും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഫയലിൽ കാണാം. ഗായ്സ്, അപ്പൊ നിങ്ങളെ സെക്കൻഡ് പൈലായിട്ടുള്ള നമ്മുടെ നൈറ്റ് ഓഫ് കപ്സിനോടാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളതെങ്കിൽ എന്തൊക്കെ കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചോദ്യത്തിന് ക്ലാരിറ്റി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് കിട്ടിയത് 3 of Wands ആണ്. 3 of Wands മീൻസ് ഫയർ എനർജി. ഈ ഒരു പേഴ്സൺ ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സംഹൗ ഫയർ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിയാക്ഷൻ എനർജി, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ ഫിസിക്കൽ എനർജിയാണ് കൂടുതൽ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഡയറക്റ്റ്ലി സമയം സ്പെൻഡ് ചെയ്യണം. അതായത് നമ്മൾ ഈ നേരിട്ട് കാണണം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ചൊരു സ്ഥലത്ത് പോകണം, അങ്ങനെയുള്ള രീതിയിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ സാധിക്കണം, ഇരുന്ന് സംസാരിക്കാൻ സാധിക്കണം എന്നുള്ള ഫീലിങ്സിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്താന്ന് വെച്ചാല് ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ അയാൾക്കൊരു പൂർണ്ണത കിട്ടുന്നില്ല എന്നതാണ് ഇതിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ അയാളെ സന്തോഷം ഉണ്ടാക്കാൻ നോക്കിയാലും അയാൾക്ക് ഒരിടത്ത് നിന്നും ഒരു ചിലപ്പോൾ മേ ബി നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്ന വൈബ് കിട്ടുന്നില്ല അയാൾക്ക് ഇപ്പോൾ, അല്ലെങ്കിൽ അയാൾക്കൊരു കംപ്ലീറ്റ്നെസ്, പൂർണ്ണത തോന്നുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ ഇമോഷൻസ് ഒരു സാറ്റിസ്ഫൈഡ് ആകുന്നില്ല, ഇല്ലെങ്കിൽ അയാൾക്ക് തികച്ചും അയാളുടെ ഇമോഷനിൽ ഒരു കൺട്രോൾ ഇല്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണം എന്ന് പുള്ളിക്ക് അറിയത്തില്ല, ഹി ഓർ ഷി അവർക്ക് അറിയത്തില്ല. അങ്ങനത്തെ രീതിയിലുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണെ കംപ്ലീറ്റ് ആക്കുക, അതായത് ഈ പേഴ്സൺ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അവരുടെ പാതിയാണ് എന്നതാണ്. ഓക്കെ, ഹാഫ്. അപ്പോൾ അവരുടെ ഹാഫ് അവർ നന്നായി ചെയ്യുന്നുണ്ട്,
പക്ഷെ നിങ്ങളുടെയും കൂടി കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെയും കൂടി കുറച്ച് ഇനിഷ്യേറ്റീവ് അതിനകത്തുണ്ടെങ്കിലേ അവർക്ക് ജീവിതത്തിൽ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുകയുള്ളൂ എന്നാണ്. ചിലപ്പോൾ മേ ബി നിങ്ങൾ തമ്മിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആകാൻ നിൽക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാരി ചെയ്യണമെന്നുള്ള താല്പര്യം വളരെ കൂടുതലായിരിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നിക്കാൻ സാധിക്കില്ലേ, ഒരുമിച്ച് കൈ ചേർത്ത് പിടിക്കാൻ സാധിക്കില്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു ലോകം, നമ്മൾ രണ്ടുപേരും നമ്മുടെ കുട്ടികളും ഉള്ളൊരു ലോകം നമുക്ക് തീർത്തെടുക്കാൻ സാധിക്കില്ലേ, അത് നമുക്ക് ഈ ഒരു ജന്മം സാധ്യമാകില്ലേ എന്നുള്ള രീതിയിലുള്ള കൺഫ്യൂഷൻസും വെപ്രാളങ്ങളും ഈ ഒരു പേഴ്സന്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ കുന്നോളം ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച് വെച്ചിട്ട് അത് സാധ്യമാകാതെ ഒരു നിമിഷം കൊണ്ടൊരു ചെറിയ ഡെസിഷന്റെ പേരിൽ പൊളിഞ്ഞുപോയ ഒരവസ്ഥ, ഒരു മാനസിക സമ്മർദ്ദം, അത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഇത്രത്തോളം ആഗ്രഹിച്ചു, ഇത്രത്തോളം ജനുവനായിരുന്നു, ഇത്രത്തോളം ലോയൽ ആയിരുന്നു, പക്ഷെ പെട്ടെന്നൊരു സിറ്റുവേഷൻ കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു പോയോ, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയോ, ഞാൻ നേരിട്ട് കണ്ട് സംസാരിക്കണോ, സംസാരിച്ചാൽ ഇത് ശരിയാകുമോ, എൻ്റെ ഇമോഷൻസിൽ എവിടെയാണ് തെറ്റ് പറ്റിയത്, അല്ലെങ്കിൽ അവൾ തെറ്റ് ചെയ്തോ എന്നോട്, അവൾ എന്നെ ചീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ അവൻ എന്നോട് ചീറ്റ് ചെയ്തോ എന്നുള്ള രീതിയിലുള്ള ചിന്ത, അല്ലെങ്കിൽ എൻ്റെ കണ്ണുകൾ എനിക്ക് കാണിച്ചു തരുന്നത് ഇതല്ലേ, അവർ പറയുന്നത് അതല്ലേ, ഇതിലേതാണ് ഞാൻ വിശ്വസിക്കുക, എൻ്റെ പാർട്ട്ണറെ തന്നെ വിശ്വസിച്ചാൽ മതിയോ, നേരിട്ട് കണ്ടാൽ പ്രശ്നം സോൾവ് ആകുമോ, അല്ലെങ്കിൽ നേരിട്ട് കണ്ടാൽ ഇത് ഇനിയും വഷളാകുകയാണെങ്കിൽ എൻ്റെ നേരിട്ട് കാണണം എന്നുള്ള താല്പര്യം നിർത്തിയാലോ, അല്ലെങ്കിൽ മേ ബി നേരിട്ട് കണ്ടാൽ മറ്റൊരു വ്യക്തി അറിഞ്ഞാൽ അത് ഈ ഒരു വ്യക്തിക്ക് ദോഷം ചെയ്യുമോ, അങ്ങനത്തെ രീതിയിലുള്ള അതൊരു ആൻസർ ഇല്ലാത്ത കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ചോദിച്ച് അവർക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ള ആവശ്യം ഉള്ളതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. വാട്ട് എവർ, എന്തുകൊണ്ടാണ് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടത് മുതലേ അവർക്ക് ഇമോഷൻ വന്നതാണ്. നിങ്ങളുടെ സ്വഭാവമോ നിങ്ങളുടെ അപ്പിയറൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റ രീതിയോ കണ്ടിട്ടില്ല. ഫസ്റ്റ് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ അത് നിങ്ങൾ ഏത് കോലത്തിലോ ആവട്ടെ, സുന്ദരിയായിട്ടോ സുന്ദരനായിട്ടോ അല്ലെങ്കിൽ മേ ബി സുന്ദരനല്ലായികയോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പുറമെ നമ്മൾ ഇതാണെന്ന് കാണിക്കൂലേ, അങ്ങനെയുള്ള ഒരു അവസ്ഥ അല്ലാത്തൊരവസ്ഥയിൽ എപ്പോഴോ നിങ്ങളെ കണ്ടപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുപോലെ ഒരു ഫീലിംഗ് തോന്നി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. അതായത് ഈ ഒരു പേഴ്സണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, കാരണങ്ങളൊക്കെ ഈ പേഴ്സൺ മെറ്റീരിയലിസ്റ്റിക്കലി ഉണ്ടാക്കി പറയുന്നതാണെങ്കിലും ഉള്ളിലൂടെ ചോദിച്ചാല് എന്താണ് എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഈ പേഴ്സൺ ഒരു കാരണമില്ല. പക്ഷെ നിങ്ങളിൽ നിന്ന് മാറി ജീവിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഭയങ്കര ഗുണങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല, ദോഷം ഉണ്ടാക്കുന്നു ചോദിച്ചാൽ ഇല്ല. പക്ഷെ നിങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ യെസ് വേണം. അങ്ങനത്തെ ഉള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. തൻ്റെതായിട്ടുള്ള എന്തോ ഒരു ജേണിയിൽ താൻ തന്നെ എന്തൊക്കെയോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു, അതിനകത്ത് നിങ്ങളെ കണ്ടുമുട്ടി. പക്ഷെ നിങ്ങളെ ഒരു ലക്കി ചാമിനെ പോലെ കൂടെ കീപ്പ് ചെയ്യണം, എപ്പോഴും കീപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ആ ഒരു അടിവേരിനെ ഉറപ്പിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ അവർ റൂട്ടഡ് ആകാൻ സഹായിച്ചു എന്നതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് ചിലപ്പോൾ മേ ബി നിങ്ങൾ വേറൊരു രാജ്യത്ത് പോയിട്ടുണ്ടാവാം, ആ ഒരു രാജ്യത്ത് ചിലപ്പോൾ അവർ ഒറ്റപ്പെട്ടതായിരുന്നിരിക്കാം, ചിലപ്പോൾ അവരുടെ നേറ്റീവ് പ്ലേസ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഈ രാജ്യക്കാരിയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ജീവിതം ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് എൻ്റെതാണ്, എനിക്കും ഇതിനകത്ത് സുഖവും സന്തോഷവും കിട്ടാനുള്ള അർഹതയുണ്ട് എന്ന രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിച്ചു തുടങ്ങിയത്. അല്ലെങ്കിൽ എനിക്കും ജീവിക്കണം, എനിക്കും ഒരു ലൈഫ് ഉണ്ട്, എനിക്കും ഒരു ഫാമിലി വേണം, എനിക്കും ഒരു കുട്ടി വേണം, അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയത് നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തപ്പോഴാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ നിങ്ങളെക്കാൾ ഉപരി നിങ്ങളുമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഫീലിങ്സിനെയാണ് ഇവർ മിസ് ചെയ്യുന്നത്. നേരിട്ട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതിനെ ഇവർ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മേ ബി ഇവർ സെക്ഷലിയും ഫിസിക്കലിയും നിങ്ങളുടെ അടുത്ത് കണക്ട് ആവാൻ താല്പര്യപ്പെടുന്നുണ്ടാവാം, ഇല്ലെങ്കിൽ മേ ബി നിങ്ങൾ കണക്ട് ആയിട്ടുള്ള സമയത്തെക്കുറിച്ച് ഇവർ അമിതമായി ചിന്തിക്കുന്നുണ്ടാവാം. ആ ഒരു സമയം വീണ്ടെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായെങ്കിൽ എന്ന രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഈ ഒരു ചില സാഹചര്യങ്ങളിൽ
ഇഷ്ടമുണ്ടെങ്കിലും ഒരു ഡിഫെൻസീവ് സോണിൽ നിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യം അവർക്ക് വന്നിരുന്നു, അല്ലെങ്കിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർക്കുള്ള ആ ഒരു ഇമോഷൻ പൂർണ്ണമായും നിങ്ങളുടെ അടുത്തിരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണ് എന്ന രീതിയിൽ പറയാൻ ഈ പേഴ്സണ് സാധിക്കുന്നില്ല. ആൻഡ് ഈവൻ ഈ കുന്നോളം ഇമോഷൻസ് വെച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു അടി, വഴക്ക്, പ്രശ്നം അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഫീലിംഗ് അത് മിസ് ചെയ്യും. നമ്മളൊരു പേഴ്സണെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിലല്ല, സത്യത്തിൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കൊരു കംഫർട്ട് സോൺ ഫീൽ ചെയ്യുന്നുണ്ടോ, അതായത് അവരുടെ പ്രസൻസ് നമുക്ക് പോസിറ്റിവിറ്റി ആണോ നെഗറ്റിവിറ്റി ആണോ തരുന്നത് എന്നനുസരിച്ചിട്ടാണ് പല മനുഷ്യരും പല വ്യക്തികളുമായിട്ട് അറ്റാച്ച്ഡ് ആകുന്നത്. ആ ഒരു നമ്മൾ അവരിപ്പം ട്രീറ്റ് ചെയ്യുന്നത്, ഇപ്പം നമുക്ക് ഡ്രാമ കാണിക്കാം, ഞാൻ ഭയങ്കര കെയറിങ് ആണെന്നൊക്കെ ഡ്രാമ കാണിക്കാം. പക്ഷെ ആ ഡ്രാമ ഒരു പെർട്ടിക്കുലർ എക്സ്റ്റെന്റ് വരെ, അതൊരു കുറച്ച് സമയം വരെ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടും ഒരു കംഫർട്ട് സോൺ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ, അതായത് ഞാൻ ഇന്നത് ചെയ്തേ എന്ന് പറയാതെ തന്നെ പല കാര്യങ്ങളും ചെയ്ത് നമുക്ക് കംഫർട്ട് ഉണ്ടാക്കി തരുന്ന ഒരു പറ്റം ആൾക്കാർ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു പറ്റം ആൾക്കാരുടെ ഇടയിൽ നിങ്ങളെ കൂട്ടാൻ കൊള്ളാം. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ വഴക്കടിച്ചാലും അവർക്കൊരു കംഫർട്ട് സോൺ എവിടെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ഒരു മന്ദഹാസത്തിൽ, മേ ബി നിങ്ങളുടെ ഒരു ചിരിയിൽ മാറ്റാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ പല മനപ്രയാസങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് തുടച്ചു നീക്കാൻ സാധിക്കും. അതിന് കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ. അതുപോലെ തന്നെ അവരുടെ പല ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ യൂണിവേഴ്സ് നിങ്ങളെ ഇവിടെ വിട്ടതാണ് എന്ന രീതിയിലും അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് പലപ്പോഴും അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെയും അവരുടെയും യജമാനനാണ്. നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് പോലെ അവർ പോയാല് അവർക്കൊരു പോസിറ്റിവിറ്റി ഉയർച്ചയും ഉണ്ടാകും. അല്ലെങ്കിൽ അവർ തന്നെ സ്വയമേ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഡിസിഷൻസ് എടുത്താൽ മതി. അതായത് നിങ്ങളാണ് അവരുടെ ഒരു എംപറർ, കൺട്രോളർ എന്ന രീതിയിൽ അവർ മനസ്സിലാക്കി അവർ ആ ഒരു പോസിറ്റിവിറ്റിക്ക് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോ വന്നിട്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു അധികാരം അല്ലെങ്കിൽ അവകാശം ഏറ്റെടുക്കും, അത് എപ്പോഴാണ് നിങ്ങൾക്ക് തരിക, ആ ഒരു കിരീടം നിങ്ങൾക്ക് എപ്പോഴാണ് വെച്ച് തരാൻ സാധിക്കുക, അല്ലെങ്കിൽ എപ്പോഴാണ് അവരുടെ ജീവിതം നിങ്ങൾ മനോഹരമാക്കുക എന്ന രീതിയിലൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഒട്ടുമിക്ക ഫീമെയിൽസ് ആയിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുക. മെയിൽസും ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ എനിക്ക് ഫീമെയിൽസിന്റെ എനർജിയാണ് കൂടുതൽ മനസ്സിലാകുന്നത്. കാരണം എന്റെ ഒരു ലോകം അത് സൃഷ്ടിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു കണക്ഷനാണ് എനിക്ക് കിട്ടുന്നത്. പലപ്പോഴും മെയിൽസിന് തൻ്റെതായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ സാധിക്കും. ഭയങ്കരമായിട്ട് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളത് ഫീമെയിൽസ് ആണ്. പക്ഷെ തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് ഫീമെയിൽ എനർജിയാണ് കിട്ടിയത്. മെയിൽസ് ആണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ എനിക്ക് ഫീമെയിൽ എനർജി കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓവറോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഈ ഒരു പേഴ്സൺ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നിങ്ങൾ അവരുടെ ഉള്ളിൽ ജനിപ്പിച്ച ആ ഒരു കംഫർട്ട് സോണിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് അവർ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി ഡേ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു സമയം അവരിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നിങ്ങൾ തമ്മിൽ കൈകൾ ചേർത്ത് പിടിക്കുന്ന ആ ഒരു സമയത്തെ കുറിച്ചാണ് ഈ ഒരു വ്യക്തി ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി മേ ബി ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും, അതുകൊണ്ടാണ് ഈ നേരിട്ട് കാണണം എന്ന രീതിയിൽ ചിന്തിക്കുന്നത്. മേ ബി അല്ലായിരിക്കാം, നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് നാളായതായിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായി നേരിട്ട് ഒരു മീറ്റിങ്ങിന് വേണ്ടി പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാവുന്നതായിരിക്കും. ബൈ ബൈ.